ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിൽ എനിക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടിയാണ്. നല്ലൊരു സൺസ്ക്രീൻ ആണോ ചോദിച്ചാൽ അഫ്കോഴ്സ് ഇതൊരു നല്ലൊരു സൺസ്ക്രീനാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതും അതുപോലെ തന്നെ PA++++ 4 പ്ലസ് ഉള്ളതും മായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു കിഡിലനായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോണത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്നും കൂടി ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇത് വന്നിട്ട് അപ്പോൾ ഇത് എർത്ത് റിതം എന്നൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. അത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. നല്ല കിഡിലൻ സൺസ്ക്രീനാണ്. അപ്പോൾ പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. ഞാനിത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി റീ ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സൺസ്ക്രീൻ. നല്ലൊരു ക്യൂട്ട് പാക്കേജിങ് ആണ്. ലൈറ്റ് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കൂടുതൽ നാളായി. ഞാൻ കുറേയധികം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. അക്കോളജിക്കിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, മാമ എർത്തിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, ലോട്ടസിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഡെർമഡോക്കിൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അക്കോളജിക്ക് തന്നെ മറ്റേ 2 സൺസ്ക്രീൻ വേരിയൻ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ, 2 സൺസ്ക്രീൻ വരുന്നുണ്ടല്ലോ. അക്കോളജിക്കിൻ്റെ പപ്പായയും പിന്നെ വാട്ടർ മെലണും അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാമ എർത്തിൻ്റെ ഉപയോഗിക്കുമ്പോൾ നല്ല ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. സ്കിൻ ഭയങ്കര എണ്ണയിട്ട പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്നാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അക്കോളജിക്ക് എന്ന് പറയുന്നത് അബ്സോർവ് ആവുന്നുണ്ട് പെട്ടെന്ന്, ലൈറ്റ് വെയിറ്റ് ആണ്, വൈറ്റ് കാസ്റ്റ് ഒന്നും തരുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഡള്ളായ പോലെ, കുറച്ച് ഓയിലി ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കുരുക്കൾ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇത് ഞാൻ ഓൾറെഡി മുമ്പ് ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ പിന്നെ ട്രൈ ചെയ്ത് നോക്കണമല്ലോ വേണ്ടി വേറെ ട്രൈ ചെയ്ത് നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് തന്നെയായിരിക്കും, ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഇതെല്ലാം ഉപയോഗിച്ചതിൽ എനിക്ക് നല്ലൊരു സൺസ്ക്രീനായിട്ട് തോന്നിയത് ഈ ഒരു എർത്ത് റിതം ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് കുറച്ച് ലൂസാണ്, ഇതിങ്ങനെ വിട്ടുവരും. ഞാൻ ചിലപ്പോൾ വിട്ടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. എർത്ത് റിതം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അവർ ഇന്ത്യയിലാണ് നമ്മുടെ പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള കിഡിലനായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. 100% നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അവർ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു തരത്തിലുള്ള സിന്തറ്റിക്കലായിട്ടുള്ള ഒരു കെമിക്കൽസ് ഒന്നും ഇതിൽ വരെ യൂസ് ചെയ്യുന്നില്ല. നാച്ചുറൽ കളറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ പ്രോഡക്റ്റ് തന്നെയാണ് എർത്ത് റിതത്തിൻ്റെ പ്രോഡക്ട്സ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം. പാക്കേജിങ് കിഡിലനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ട്രാവൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ, നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും ഓയിലി ആക്കുന്നില്ല. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല, പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട്. പിന്നെ നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. UVB UVA പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. PA++++ ആണ്, 4 പ്ലസ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അബ്സോർവ് ആവണം, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോ വൈറ്റ് കാസ്റ്റ്. ഓക്കെ, ഡിഫറൻസ് കണ്ടോ നിങ്ങൾ? ചെറിയൊരു ഗ്ലോയിങ് തരുന്നുണ്ട്, പക്ഷേ ഒട്ടും എണ്ണമയം ആക്കുന്നില്ല. നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 ml വന്നിട്ട് 659 എങ്ങാനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എർത്ത് റിതത്തിൻ്റെ വെബ്സൈറ്റിലും പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട്. നമുക്ക് റീ അപ്ലൈ ചെയ്യണം. ഒരു 3 hours മേലെ കൂടുമ്പോൾ നമ്മൾ റീ അപ്ലൈ ചെയ്യണം, അധികം കൂടുതൽ വെയിലത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. നമുക്ക് ഈ ഒരു റേറ്റിൽ ഇത് നല്ലൊരു വർത്ത് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഈ ഒരു എർത്ത് റിതത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ 2 പ്രോഡക്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കും. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അവിടെ താഴെ കൊടുക്കാം.
അപ്പോൾ ഇത് നോൺ ഗ്രീസി ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല കേട്ടോ. പിന്നെ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നർക്ക് ഉപയോഗിക്കാം, കോമ്പിനേഷൻ സ്കിന്നർക്ക് ഉപയോഗിക്കാം, ഓയിലി സ്കിന്നർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, നോർമൽ സ്കിന്നർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഓയിലി സ്കിന്നർക്കും കുഴപ്പമൊന്നുമില്ല, ഇത് പെട്ടെന്ന് അബ്സോർവ് ആവുന്നുണ്ട്. ഓയിലി ആയിട്ട് നിൽക്കുന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു സൺസ്ക്രീൻ കൂടിയാണ്. വേണമെന്നുള്ളൊരു ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം. വേണമെന്നുള്ളൊരു ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അക്കോളജിക്കൽ സൺസ്ക്രീനിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വേണമെന്നുള്ളൊരു കണ്ടു നോക്കി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. പിന്നെ നല്ലൊരു സൺസ്ക്രീൻ തപ്പി നടക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഈ എർത്ത് റിതത്തിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വീഡിയോസ് കാണുന്ന പലരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്യാത്തത്? എനിക്കൊരു മോട്ടിവേഷനും കൂടിയാണല്ലോ. അപ്പോൾ എനിക്കൊരു ലൈക്കും കൂടി തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നു, താല്പര്യമില്ലെങ്കിൽ ലൈക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.